നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 42 വയസ്സുള്ള ഒരു വ്യക്തി, എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്, MBA കഴിഞ്ഞ ആളാണ്. അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തും അടക്കമുള്ള വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. വലിയ മാനേജ്മെൻറ്റ് തസ്തികകളിൽ തന്നെ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. കോവിഡ് സമയത്ത് മറ്റനവധി പേരെ പോലെ ഇദ്ദേഹത്തിനും ജോലി നഷ്ടപ്പെട്ടു. ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. പക്ഷെ കോവിഡ് സമയത്ത് ഇദ്ദേഹം വീട്ടിലിരുന്ന സമയത്താണ് ഇദ്ദേഹം യൂട്യൂബ് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ സജീവമാകുന്ന ആ കാലഘട്ടത്തിലാണല്ലോ, ഇദ്ദേഹം ഒരുപാട് വീഡിയോസ് കണ്ടു. പ്രത്യേകിച്ചും ഈ മൈൻഡ് പവർ ട്രെയിനിങ്, ലൈഫ് കോച്ചിങ്, ഇങ്ങനെയുള്ള പല സംഗതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം കാണുകയുണ്ടായി. ഇദ്ദേഹം ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് പശ്ചാത്തലമുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിൽ അദ്ദേഹം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലിയുമായി അടുത്ത് നിൽക്കുന്ന കുറച്ച് മേഖലകളായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കൂടുതലായിട്ട് കണ്ടു. അപ്പം അതിൽ പലതരം രസകരമായ ആശയങ്ങളും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് തോന്നി. പ്രത്യേകിച്ച് ഈ അഫർമേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതി. അതായത് നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമാകാൻ സാധ്യതയുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന മറ്റൊരു സംഭവം. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനുവേണ്ടി പലതരത്തിൽ ശ്രമിക്കുക, പ്രകൃതിയോട് ചോദിക്കുക. നമ്മുടെ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ചില ഉദ്ധരണികളൊക്കെയാണ് പലപ്പോഴും ഇത്തരം മൈൻഡ് പവർ ട്രെയിനേഴ്സ് പറയുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് രസകരമായിട്ട് തോന്നി. അദ്ദേഹം അത് കഴിഞ്ഞ് കോവിഡൊക്കെ കഴിഞ്ഞ് ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മേഖലയിലേക്ക് പുള്ളിയും ഇറങ്ങി. അദ്ദേഹം ഒരു മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ചായി മാറി. അദ്ദേഹത്തിന് പല IT മേഖലകളിലെ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ടും നേരത്തെ ജോലി ചെയ്തുകൊണ്ടും അവിടെയൊക്കെ പരിചയങ്ങളുള്ളതുകൊണ്ടും അവിടെയൊക്കെ ഇദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നു. ഇദ്ദേഹം അവിടെയൊക്കെ പോയി കാര്യമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുമല്ലോ, നമ്മൾ ഒരേ കാര്യം ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിൽ കുറേ വാസ്തവങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നിത്തുടങ്ങും. നമ്മൾ നെഗറ്റീവായ ഒരു കാര്യം തന്നെ ഇങ്ങനെ നിരന്തരം പറയുകയും വിശ്വസിക്കുകയും ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ആ നെഗറ്റീവായ കാര്യം വാസ്തവം അല്ലെങ്കിൽ പോലും ചിലപ്പോൾ ശരിയാണെന്ന് നമുക്ക് തോന്നിത്തുടങ്ങാം. അപ്പോൾ ഇദ്ദേഹത്തിനും അങ്ങനെയുള്ള ചില തോന്നലുകളൊക്കെ വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം രാത്രിയിൽ ഉറക്കമൊക്കെ കുറയുന്നു. അദ്ദേഹം ആ സമയത്തെല്ലാം ഇരുന്ന് വീഡിയോകൾ കാണുന്നു, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്നു, നോട്ടുകൾ തയ്യാറാക്കുന്നു, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കുന്നു. അദ്ദേഹം അടുത്ത ദിവസം പോയി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ ജോലിയുടെ ഭാഗമായി തയ്യാറാക്കണം. നല്ല കാര്യമായിട്ടാണ് വീട്ടുകാരെടുത്തത്. 2 മണിക്കൂർ ഒക്കെ ഉറങ്ങുന്നുള്ളൂ. ഉറക്കം കുറവാണെങ്കിലും ക്ഷീണമോ അവശതയോ ഒന്നുമില്ല. പകൽ സമയത്ത് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണയിൽ കവിഞ്ഞൊരു ഊർജ്ജസ്വലതയിലൂടെ അദ്ദേഹം പോകുന്നു. അദ്ദേഹം പരിചയമില്ലാത്ത ആൾക്കാരെ പോലും ഇടിച്ച് കയറി കാണുന്നു, സംസാരിക്കുന്നൊരു അത്യാവശ്യം അന്തർമുഖനായൊരു വ്യക്തിയായിരുന്നു. ജോലിയുടെ ഭാഗമായി ജോലി സ്ഥലത്ത് എല്ലാവരോടും നന്നായിട്ട് ഇടപെടുമെങ്കിലും പരിചയമില്ലാത്ത ആൾക്കാരെയൊന്നും അങ്ങനെ അനാവശ്യമായി പോയി സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് റോഡിൽ കാണുന്ന ആൾക്കാരെയൊക്കെ അങ്ങോട്ട് പോയി പരിചയപ്പെടുന്നു, അവരെ തടഞ്ഞു നിർത്തി വലിയ തോതിൽ ഇദ്ദേഹം ഈ വായിച്ചതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് സംസാരിക്കുകയാണ്. ഈ മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീട്ടുകാർക്ക് അതിൽ ചെറിയൊരു അസ്വാഭാവികത തോന്നിയത്. ഇദ്ദേഹം വലിയ തോതിലുള്ള ചില ബിസിനസ് പ്രപ്പോസൽസ് ഒക്കെ പറയുന്നു. ആ ബിസിനസ് പ്രപ്പോസൽസിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ പണം കൊണ്ട് നിക്ഷേപിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അത് 10 ഇരട്ടിയായിട്ട് നമുക്ക് 6 മാസത്തിനകം തിരിച്ചു കിട്ടും. വളരെ അപ്രായോഗികമായ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഇദ്ദേഹം നന്നായി സംസാരിക്കുന്നതുകൊണ്ടും ഒരു ലൈഫ് കോച്ച് എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് പല സ്ഥലത്തും കോർപ്പറേറ്റ് മേഖലയിൽ അംഗീകാരം കിട്ടുന്നതുകൊണ്ടും ഒക്കെ ഈ വീട്ടുകാരും വിചാരിച്ചു ശരിയായിരിക്കും, ഇങ്ങനെ ഉള്ള ഒരു സംഭവങ്ങൾ ഇദ്ദേഹം പറയുന്നതൊക്കെ ശരിയായിരിക്കും, ഇദ്ദേഹത്തിന് അപാരമായിട്ടുള്ള അത്തരത്തിലുള്ള കഴിവുകളൊക്കെ കാണും. ഇദ്ദേഹം വലിയ തോതിൽ പണം സമ്പാദിച്ചിരുന്നു. ഈ പണമെല്ലാം കൊണ്ടുപോയി ഇങ്ങനെ ചില പ്രത്യേക തരത്തിലുള്ള ചില മാർക്കറ്റിംഗ് സംവിധാനങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കാൻ തുടങ്ങി. ആ മാർക്കറ്റിംഗൊക്കെ ഏതാണ്ടൊരു അത്ര വിശ്വാസ്യത ഇല്ലാത്ത, നമ്മൾ നാട്ടുഭാഷ വ്യവഹാരത്തിൽ കറക്ക് കമ്പനികളെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാസത്തിനുള്ളിൽ 25 ലക്ഷം രൂപയായിട്ട് റിട്ടേൺസ് കിട്ടും എന്ന തരത്തിലുള്ള ഒരു രീതിയിൽ പ്രായോഗികമല്ലാത്ത തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ്. അതെങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ വളരെ ഹൈ ഇൻകം ജനറേറ്റിംഗ് ബിസിനസ്സുകളിലേക്കാണ് ഇത് പോകുന്നത്. ഇനി 25 മടങ്ങ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടും ഈ പറഞ്ഞ പോലത്തെ ചില മാനിഫെസ്റ്റേഷൻസ്, അഫർമേഷൻസ്, അങ്ങനത്തെ ചില കാര്യങ്ങൾ ഇദ്ദേഹം ഇരുന്നു കൊണ്ട് ഈ പറയുന്ന പൈസ നിക്ഷേപിച്ചതിന് ശേഷം അത് 25 ലക്ഷം രൂപയായിട്ട് കിട്ടും, അതിനുവേണ്ടി ഞാൻ ചിന്തിക്കേണ്ടത്, ചെയ്യേണ്ടത്, പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് വളരെ അസ്വാഭാവികമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ 6 മാസം കഴിഞ്ഞിട്ടും ഇദ്ദേഹം നിക്ഷേപിച്ച പൈസയൊന്നും തിരിച്ചു കിട്ടുന്നില്ല. 6 മാസം എന്നുള്ള 1 വർഷമായി, 1.5 വർഷമായി.
ചോദിക്കുമ്പോൾ ഒരുമാതിരി ഭീഷണിയുടെ രീതിയിലാണ് മറുവശത്തുള്ള ആളുകൾ പറയുന്നത്. നിങ്ങളുടെ പലതരത്തിലുള്ള ഇടപാടുകളും ഞങ്ങൾക്കറിയാം, സാമ്പത്തിക ഇടപാടുകൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നിങ്ങളെ തളയ്ക്കും എന്നുള്ള മട്ടിൽ മറുവശത്ത് നിന്ന് ഭീഷണി വരികയാണ്. അതോടുകൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ മാനസിക സമനില പൂർണ്ണമായിട്ട് തെറ്റുന്നൊരവസ്ഥ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോമാനിയ അല്ലെങ്കിൽ ലഘു ഉന്മാദം എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. പൂർണ്ണമായൊരു ഉന്മാദത്തിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ ഉറക്കമില്ല, എന്നാലും ഒട്ടും ക്ഷീണം തോന്നുന്നില്ല, അമിതമായ സംസാരം, അമിതമായിട്ടുള്ള ഊർജ്ജസ്വലത, ഈ പണം കൊണ്ടുപോയി അപകടകരമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക, അത് വലിയ തോതിലുള്ള റിട്ടേൺസ് തരുമെന്ന് കരുതി പലതും ചെയ്യുക, അതൊക്കെ ഈ പറഞ്ഞൊരു അവസ്ഥയുടെ ലക്ഷണങ്ങളാകാം. തീർച്ചയായിട്ടും തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവിൽ തകരാറ് വരുന്നൊരവസ്ഥയാണ്, ചികിത്സ ആവശ്യമുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വീണ്ടും തീവ്രമായ മാറ്റങ്ങൾ വന്നതിനെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയ്ക്ക് വരുന്നത്. അത് ലഘു ഉന്മാദം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മിക്സഡ് അഫക്റ്റീവ് ഡിസോർഡർ, അതായത് വിഷാദത്തിൻ്റെയും ഉന്മാദത്തിൻ്റെയും ഒക്കെ ലക്ഷണങ്ങൾ സംയോജിച്ച് കാണും, അതിനോടൊപ്പം അകാരണമായ ചില സംശയങ്ങളും ഭയങ്ങളും ഒക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ചെന്നെത്തിയിരുന്നു. അപ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ ക്രമീകരിക്കുന്ന മരുന്നുകളും മൂഡ് സ്റ്റെബിലൈസർ മരുന്നുകളും കൊണ്ട് ക്രമേണ അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായിട്ട് ഭേദമായി. അത് ഭേദമായി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഈ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ യുക്തിരാഹിത്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത് പോലും. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അത് ചിലപ്പോൾ ചികിത്സ വേണ്ടുന്ന ഒരവസ്ഥയുടെ ലക്ഷണമാകാനുള്ള സാധ്യതയുണ്ട്. നന്ദി, നമസ്കാരം.